നമസ്കാരം. ഇന്ന് ഇതുവരെ സംഭവിച്ച എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ഉച്ചവാദിയിൽ ആദ്യം ഹെഡ്ലൈൻസ്. ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ദേവസ്വം സെക്രട്ടറി. സ്വർണം സ്വീകരിക്കുമ്പോഴും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും ഡിജിറ്റൽ രേഖയുണ്ടാകണം. സ്വർണം പൂശാനും പൊതിയാനും പുതിയ മാർഗരേഖ വേണമെന്നും സെക്രട്ടറി രാജമാണിക്യത്തിന്റെ ശുപാർശ. മുത്തങ്ങ അബ്ദുൾ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ അടക്കമുള്ള 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി. പ്രതികൾക്ക് ജാമ്യം. അപ്പീലിൽ വിശദമായ വാദം പിന്നീട്. വിചാരണ കോടതിയുടെ ഉത്തരവിൽ പിഴവെന്ന നിരീക്ഷണം. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. അധികാരപരിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവ്. ഡൽഹിയിൽ നാടകീയ രംഗങ്ങൾ. രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ. CJP പ്രതിഷേധത്തിലെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയും രാഹുലിനോടൊപ്പം. അന്വേഷണ പുരോഗതി അറിയിക്കണമെന്ന ആവശ്യം. രാജസ്ഥാനിൽ സ്കൂൾ സന്ദർശിക്കാനെത്തിയ CJP നേതാവ് അശുതോഷ് രംഗയ്ക്ക് നേരെ ആൾക്കൂട്ടാക്രമണം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സെമി ലക്ഷ്യമിട്ട് ഇന്ത്യ. വനിതാ ഡബിൾസിൽ ട്രീസ ഗായത്രി സഖ്യത്തിനും പുരുഷ ഡബിൾസിൽ ചിരാഗ് സ്വാതിക് സഖ്യത്തിനും ഇന്ന് ക്വാർട്ടർ പോരാട്ടം. ലോകകപ്പ് ഹോക്കി വനിതാ വിഭാഗത്തിന്റെ 2ാം റൗണ്ട് പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെതിരെ. മത്സരം രാത്രി 9:30 മുതൽ. ഡൽഹിയിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. CJP പ്രതിഷേധത്തിലെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയും രാഹുലിനോടൊപ്പമുണ്ട്. അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നാണ് ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ പെട്ടെന്ന് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വരാൻ കാരണം എന്താണ്? നിലവിലെ ഒരു അവസ്ഥ എന്താണ്? ഡൽഹിയിൽ CJP സമരത്തിൽ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗമുണ്ടായി എന്നുള്ളത് നേരത്തെ കോൺഗ്രസ് ആരോപിക്കുകയും അതിൽ പരിക്കേറ്റ ആളുമായി രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പരിക്കേറ്റ വിദ്യാർത്ഥി നൽകിയിട്ടുള്ള പരാതി സ്വീകരിക്കുകയോ അതിന് കൃത്യമായിട്ടുള്ള നമ്പർ നൽകാനോ FIR നമ്പർ നൽകാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും ഒപ്പം ഈ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയും ഉൾപ്പെടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ആദ്യം മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് രാഹുൽ ഗാന്ധിയും നേതാക്കളും ഒപ്പം ഈ പരിക്കേറ്റവരും എത്തിയത്. എന്നാൽ അവിടെ നിന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല കേസ് ഫയൽ ചെയ്യേണ്ടതും ഒപ്പം DCPക്ക് മുൻപാകെ വിഷയം ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത്. ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുൻപിൽ രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളും കുത്തിയിരിക്കുകയാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ FIR നമ്പർ നൽകണം. ഒപ്പം കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം ഏതുവരെ എത്തിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ, ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് കുത്തിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുള്ളത്. നേരത്തെ ഈ CJP സമരത്തിൽ കോൺഗ്രസ് കൂടിയ സമരത്തിന്റെ ഭാഗമായത് നേരത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ നീക്കിയത്. പിന്നീട് CJP സമരം അവസാനിച്ചെങ്കിലും ആ സമരത്തിന്മേലുള്ള പോലീസ് നടപടിയിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകണം. അതിന്റെ FIR നമ്പർ വേണം. FIRൽ എടുത്തിട്ടുള്ള തുടർ നടപടികൾ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപ് ആദ്യം മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും എത്തിയിട്ടുള്ളത്. അതിൽ മറ്റൊരു നിർണായക കാര്യമുള്ളത് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗം ഉൾപ്പെടെ ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പോലീസ് നടപടിയും പോലീസുകാർക്ക് പരിക്കേറ്റതും മുഴുവൻ വിഷയങ്ങളും അന്വേഷിക്കാൻ ഇന്നലെ മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ളൊരു 5-അംഗ പ്രത്യേക സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു. ആ സമിതി വിശദമായ അന്വേഷണം ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന്റെ മുൻപിലേക്ക് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുള്ളത്. മായ, പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധിയും ഒപ്പം പരിക്കേറ്റ വിദ്യാർത്ഥി ഉൾപ്പെടെ എത്തിയിരിക്കുന്നത്. അവിടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരിപ്പ് സമരത്തിലാണ് രാഹുൽ ഗാന്ധി. ജിഷ്ണു ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.
രാജസ്ഥാനിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമണം. ജയ്പൂരിൽ സ്കൂൾ സന്ദർശിക്കാനെത്തിയ അശുതോഷ് രംഗ ഉൾപ്പെടെ ഉള്ളവരെയാണ് ആക്രമിച്ചത്. രാംപുര കൻവാർപുര ഗ്രാമത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മുൻകൂർ അനുമതിയില്ലാതെ സ്കൂളിൽ പ്രവേശിക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. ഗ്രാമവാസികളിൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തകരുണ്ട്. BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് CJP ആരോപിച്ചു. അതേസമയം പ്രശ്നമുണ്ടാക്കിയത് CJP ആണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്ത് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം. സ്വർണം വാങ്ങുമ്പോഴും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും ഡിജിറ്റൽ രേഖയുണ്ടായിരിക്കണം. സ്വർണം പൂശാനും പൊതിയാനും പുതിയ മാർഗരേഖ വേണം. എല്ലാ ദേവസ്വങ്ങളിലും ഈ സംവിധാനം ഉണ്ടാകണമെന്നും മന്ത്രി K മുരളീധരന് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. മുത്തങ്ങ അബ്ദുൾ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ അടക്കമുള്ള 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. അപ്പീലിൽ വിശദമായ വാദം പിന്നീട് നടക്കും. താൽക്കാലികമായിട്ടാണ് ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരും 46,000 രൂപ കെട്ടിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികൾ നൽകിയ അപ്പീലിൽ പിന്നീട് വിശദമായ വാദം കേൾക്കും. വിചാരണ കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ സലാമിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ M ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷയാണ് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. KK പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്? മയ കേസിൽ 3 പ്രതികളാണ്. അത് ഈ അഗസ്റ്റിൻ സഹോദരന്മാരാണ്. അതിൽ റോജി അഗസ്റ്റിനാണ് 1-ാം പ്രതി. ഈ റോജി അഗസ്റ്റിന് മാത്രം നേരിട്ട് ഹാജരാകണം. മറ്റുള്ളവർക്ക് വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാനുള്ള അനുമതി അവർ തേടിയിരുന്നു. അത് ആന്റോ അഗസ്റ്റ് ഉൾപ്പെടെയുള്ളവരാണ്. അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് 2 നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ കോടതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്രധാന ഉത്തരവിൽ പറയുന്നത്. അതായത് ഈ അഗസ്റ്റിൻ സഹോദരന്മാരെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കോടതിക്ക് ഈ അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർ നടപടികൾക്ക് നിലവിൽ ഈ കോടതിക്ക് അധികാരമില്ല എന്നുള്ളത്, ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ല എന്നുള്ളതായിരുന്നു ഹർജിയിലെ വാദം. അത് കോടതി അംഗീകരിച്ചില്ല. ആ കോടതിയുടെ പരിധിയിലായതുകൊണ്ട് തന്നെ ഇത് തുടർ നടപടികളും അതുപോലെ തന്നെ വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതികൾ സമർപ്പിച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നേരിട്ട് ഹാജരാകുന്നതിൽ ഒഴിവാക്കണമെന്നുള്ളതാണ്. അതിന് കോടതി ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ തുടങ്ങാനുള്ള തീയതി സമയക്രമം കൂടി ഇപ്പോൾ കോടതി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1,40,00,000 രൂപയുടെ വഞ്ചന നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സർക്കാർ ഭൂമിയിൽ നിന്ന് വെട്ടിയ മരങ്ങൾ വിശ്വാസവഞ്ചനയോടെ വിറ്റഴിച്ചു എന്നുള്ളതാണ് പ്രധാനമായും കേസിന് ആധാരം. അമ്പലമേട് പോലീസാണ് ഈ കേസെടുത്തത്. അതിന്റെ തുടർ നടപടിയാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അഗസ്റ്റിൻ സഹോദരന്മാരെ സംബന്ധിച്ച് നിർണായകമായ ഒരു തിരിച്ചടി തന്നെയാണ് ഈ കേസിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ സമയത്ത് ഹൈക്കോടതിയും ഈ ഹർജി തള്ളുകയും സമാനമായി വിചാരണ കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർ നടപടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതുമായ. ശരി, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാരുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യും. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ സംഘങ്ങളെ ഒഴിവാക്കാനുള്ള ധനവകുപ്പ് തീരുമാനം കഴിഞ്ഞ സർക്കാർ നടത്തിയ രാഷ്ട്രീയവൽക്കരണം മൂലമെന്ന് മന്ത്രി M ലിജു. 1450 സഹകരണ സംഘങ്ങൾ വഴിയാണ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നത്. കുറ്റമറ്റ രീതിയിലായിരുന്നെങ്കിൽ അതിന്റെ ഗുണം സഹകരണ സംഘങ്ങൾക്കായിരുന്നു. കിടപ്പു രോഗികൾക്ക് അടക്കം അവശരായവർക്ക് സഹകരണ സംഘം വഴിയുള്ള ക്ഷേമ പെൻഷൻ വിതരണം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കുന്നതിനെതിരായിട്ട് സഹകരണ സംഘങ്ങൾക്ക് നിലപാടുകളുണ്ട്. അതൊരു ധനകാര്യ വകുപ്പിൻ്റെ തീരുമാനമായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിഷനായിരുന്നു അത്. കാരണം വിതരണം അവരുടെ ധനകാര്യ വകുപ്പാണല്ലോ അതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംഘത്തിന് വിതരണം നടത്തുമ്പോൾ ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ 25 രൂപ സംഘങ്ങൾക്ക് ലഭിക്കും, 5 രൂപ ഒരു വിതരണക്കാരന് ലഭിക്കും. പിന്നെ സഹകരണ കൺസോർഷ്യം വഴി ഏകദേശം 40,000-ഓളം കോടി രൂപ അടുത്ത് സംഘങ്ങൾ സഹകരണ കൺസോർഷ്യം വഴി സഹകരണ പെൻഷനായി കൊടുത്തിട്ടുണ്ട്.
കൊച്ചി മെട്രോ പേരുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് KMRL നടത്തിയ നീക്കങ്ങളിൽ സർക്കാരിന് അതൃപ്തി. പേരുമാറ്റം പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. സർക്കാരിനോട് ആലോചിക്കാതെ ആണ് വാർത്ത നൽകിയതെന്നും പിന്നെ താൻ എന്തിന് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. KMRL MD ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോയ്ക്ക് പകരം കേരളം മെട്രോ എന്ന പേര് നൽകാനുള്ള നീക്കം നടത്തിയത്. ആലോചനയ്ക്കെതിരെ ഹൈബി ഈഡൻ MP-യും രംഗത്തെത്തിയിരുന്നു. നമ്മളൊക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയത്തില്ല. അന്ന് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യമാണ്. സർക്കാരുമായിട്ട് ഇതുവരെ അത്ര ഒരു ആലോചന നടന്നിട്ടില്ല. സർക്കാരിന്റെ പരിഗണനയിലും ആ കാര്യമില്ല. സർക്കാരുമായിട്ട് അവർ ആലോചിക്കാതെ അവർ പത്രവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത്? സർക്കാരിന്റെ പരിഗണനയിലില്ല അങ്ങനെ ഒരു വിഷയം. അല്ലെന്ന് എന്തിനാ ഇപ്പൊ ആലോചിക്കുന്നത്? അങ്ങനെ ഒരു ആലോചന സർക്കാരിന്റെ പരിഗണന. പുനർജനി പദ്ധതി പ്രകാരം മുഖ്യമന്ത്രി VD സതീശൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നടന്നു. പുതുതായി 5 വീടുകളാണ് പറവൂരിൽ നിർമ്മിച്ചു നൽകുന്നത്. അതേസമയം പദ്ധതിയിൽ ക്രമക്കേടില്ലെന്ന മുൻ സർക്കാരിന്റെ കാലത്ത് തന്നെ കണ്ടെത്തിയതാണ്. ഏത് ഏജൻസി അന്വേഷിച്ചാലും ക്ലീൻ ചിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തര വകുപ്പ് അല്ല നൽകിയത്, എനിക്ക് കഴിഞ്ഞ സർക്കാരാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. അതിവിടെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 വീടുകളുടെ ശിലാസ്ഥാപനമാണ് ഇന്ന് രാവിലെ നടക്കുന്നത്. വേറെ ഒരു 5 വീടുകളുടെയും പിന്നെ ഒരു 4 വീടിന്റെ ഫ്ളാറ്റിന്റെയും പണി ഇപ്പൊ പൂർത്തിയാകാറായി. മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് നികുതി വെട്ടിപ്പ് നടത്തിയ കേസിലെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. GSTയുടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് GST കമ്മീഷണർക്ക് സമർപ്പിച്ചു. റിപ്പോർട്ട് ലഭിച്ചാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണവും നടക്കും. മെസ്സിയെയും കൂട്ടരെയും കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ 126 കോടി രൂപയാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് അയച്ചത്. ഇതുപ്രകാരം 22 കോടിയോളം രൂപ GST ആയി അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ അതു നൽകിയില്ല. കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാർ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റി. GST വിജിലൻസ് ഓഫീസറായി മറ്റൊരാളെത്തി സമൻസ് അയച്ചെങ്കിലും സ്പോൺസർമാർ ഹാജരായില്ല. തുടർന്ന് ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇപ്പോൾ നടന്ന SIT അന്വേഷണത്തിൽ നികുതി ഈടാക്കാത്തതിൽ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ച കണ്ടെത്തി ചാർജ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ കൂടി തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. അതേസമയം അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് GST കമ്മീഷണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. വിവിധ ആളുകളെ ചോദ്യം ചെയ്യുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് ലഭിച്ചാലുടൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചു. അത് പരിഗണന കിട്ടിയിട്ടുണ്ട്. അതൊരു തീരുമാനം സർക്കാർ എടുത്തിട്ട് നിങ്ങൾ അറിയിക്കും. അത് ഉടനെ തന്നെ ഉണ്ടാവും, താമസിക്കില്ല. അതുപോലെ തന്നെ ഞാൻ സ്ഥലത്തില്ലായിരുന്നോണ്ടാണ്. വലിയ ചർച്ചയായി മാറിയ തട്ടിപ്പിൽ GST മാത്രമല്ല ആദായ നികുതിയിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണവും ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ T വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ പ്രതികരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഈ സ്ഥാനത്തിരുന്ന് താൻ കമന്റ് പറയുന്നത് അനൗചിത്യമാണ്. ഇടതുപക്ഷം പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. അക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഒരു അന്വേഷണം നടക്കുകയല്ലേ, ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ആറന്മുള വള്ളസദ്യയുടെ പേരിൽ തട്ടിപ്പ് വ്യാപകമാകുന്നതായി പരാതി. 3000 മുതൽ 5000 രൂപ വരെ വാങ്ങിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. പണം നൽകിയവർ ക്ഷേത്രത്തിലെത്തുമ്പോഴാണ് സദ്യ ലഭിക്കില്ലെന്നറിയുന്നത്. ദേവസ്വം ബോർഡ് ജീവനക്കാരൻ എന്ന് വിശ്വസിപ്പിച്ച് ഓൺലൈൻ വഴി സ്ത്രീകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് കബളിപ്പിക്കൽ നടത്തുന്നത്. സംഭവത്തിൽ പള്ളിയോട സേവാസംഘം മുഖേന 2 പരാതികൾ ആറന്മുള പോലീസിന് നൽകിയിട്ടുണ്ട്. പള്ളിയോട സേവാസംഘം നൽകുന്ന സ്പെഷ്യൽ പാസുകൾ 10 ദിവസം മുൻപേ തീർന്നിരുന്നു. ഇക്കൊല്ലം ഇനി സ്പെഷ്യൽ പാസുകളില്ല. അത് മറച്ചുവെച്ചാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. തൃശൂർ പറപ്പൂരിൽ വീട്ടിൽ വൻ കവർച്ച, 50 പവൻ കവർന്നു. നാലകത്ത് ഷക്കീർ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടുകാർ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്വർണവും മകളുടെ കല്യാണ ആവശ്യത്തിനായി വാങ്ങിയ സ്വർണവും മോഷണം പോയവയിൽ ഉൾപ്പെടുന്നു.
കർണാടകയിലെ ചിത്രദുർഗയിലുണ്ടായ ബസ് അപകടത്തിൽ 2 പേർ മരിച്ചു. ബസിന്റെ ഡ്രൈവർ ഗുരുപ്രസാദും ക്ലീനർ ശങ്കറുമാണ് മരിച്ചത്. 26 പേർക്ക് പരിക്കേറ്റു. മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ച ബസ് ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ 19 പേർ മലയാളി വിദ്യാർത്ഥിനികളാണ്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത 48-ൽ ആയിമംഗല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ബന്നാർഘട്ട റോഡിലെ യൂണിവേഴ്സൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായത്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്രയുടെ കള്ളപ്പണ ഇടപാട് കേസിൽ ED തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചു. ഷിക്കോഹ്പൂർ ഭൂമി ഇടപാട് കള്ളപ്പണ കേസിലാണ് നടപടി. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. കേസ് സെപ്റ്റംബർ 23-ന് ഡൽഹി റൌസ് അവന്യൂ കോടതി പരിഗണിക്കും. കാണികളിൽ ആവേശം നിറച്ച് 72ാമത് നെഹ്റു ട്രോഫി ജലമേള നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. കായലിന്റെ ഓളപ്പരപ്പിനെ കീറി മുറിച്ച് നടത്തുന്ന തുഴച്ചിൽ പരിശീലനം മാത്രമല്ല, ക്യാമ്പുകളിൽ ആദ്യ ദിനം മുതൽ കൃത്യമായി നടപ്പിലാക്കുന്ന വ്യായാമ മുറകൾക്കും വള്ളംകളിയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഒരേ ലക്ഷ്യത്തിലേക്ക് തുഴയെറിയുന്ന താരങ്ങളെ മാനസികമായും ശാരീരികമായും കരുത്തുള്ളവരാക്കുന്നത് കൃത്യമായ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്ന വ്യായാമ മുറകളാണ്. കരുത്ത് മുഴുവനും ആ കൈയിലേക്ക് ആവാഹിക്കണം. ഒരണവിട തളരാതെ ലക്ഷ്യം നോക്കി കുതിക്കണം. കാലുകൾക്കുമുണ്ടാകണം അടിപതറാത്ത കരുത്ത്. പ്രതിസന്ധികൾ പലതുണ്ടാകാം, എന്നാൽ അവയെല്ലാം ഉൾക്കരുത്തുകൊണ്ട് നേരിടണം. ശരീരത്തിനൊപ്പം മനസ്സിനും ആരോഗ്യം നിർബന്ധം. വെറുമൊരു പോരാട്ടം മാത്രമല്ല നെഹ്റു ട്രോഫി ജലോത്സവം. അത് ഒരു നാടിൻ്റെയാകെ പ്രതീക്ഷയുടെ വിധി പറയുന്ന ദിവസം കൂടിയാണ്. ഈ തിരിച്ചറിവാണ് ഓരോ ക്യാമ്പിലെയും തുഴച്ചിൽ താരങ്ങളുടെ മാനസിക ഊർജം. അതിനൊപ്പം കഠിനമായ പരിശീലനവും വ്യായാമങ്ങളും. രാവിലെ മോർണിംഗ് ടൈമിൽ തന്നെ നമ്മൾ 1 മണിക്കൂർ PT ചെയ്യിപ്പിക്കുന്നത്. അതായത് ഒരു 5 കിലോമീറ്റർ റണ്ണിങ്ങും പിന്നെ കുറച്ച് വാമപ്പ് പുഷപ്പ് അങ്ങനെയുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളോടെ ചേർത്തിട്ടാണ് നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത്. ഹൈ ലെവലായിരുന്നു തുടക്കം. സ്റ്റാർട്ടിങ്ങിനാണ് ഹൈ ലെവലായിരുന്നു അവരുടെ വർക്കൗട്ടും കാര്യങ്ങൾ. ഇപ്പം വളരെ കുറച്ചിട്ടാണ് വരുന്നത്. കാരണം നമ്മുടെ ഗെയിം അടുത്ത് വരുന്നതോറും നമ്മൾ ഇത് ഷോർട്ട് ചെയ്തിട്ടേ വരത്തുള്ളൂ. നമുക്ക് വേണ്ടത് 4 മിനിറ്റ് സംതിങ്ങിനുള്ള എനർജിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഹൈ ലെവൽ കൊണ്ടുപോയിട്ടാണ് ലോയിലേക്ക് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് നമ്മൾ അവരെത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത്. ലക്ഷ്യം 4 മിനിറ്റാണ്. അതിനു മുന്നിൽ ലക്ഷ്യസ്ഥാനത്തെത്തണം. ഈ ചിന്തയിലൂന്നിയുള്ള കഠിന വ്യായാമങ്ങൾ, കരുത്തു പകരുന്ന ഭക്ഷണത്തിനൊപ്പം കരുത്തു ചോരാതെ ചേർത്ത് നിർത്തുന്ന പരിശീലകരും, അതിരാവിലെ തുടങ്ങുന്ന വ്യായാമങ്ങളിൽ മാനസിക വ്യതകൾ മറന്ന ഒരേ മനസ്സാകാൻ ചേർത്ത് പിടിക്കുന്ന കരങ്ങൾ. തുഴയെറിയുമ്പോൾ ഒരേ മനസ്സോടെ കൈകൾ ചലിക്കണം. തുടക്കം പാളിയാൽ എല്ലാം തകരും. ക്യാമ്പ് ആരംഭിക്കുന്നത് മുതൽ അതികഠിനമായ വ്യായാമങ്ങളാണെങ്കിൽ മത്സരത്തിലേക്ക് അടുക്കും തോറും അതിൻ്റെ തോതിലും കുറവുണ്ടാകും. തുഴച്ചിൽ താരങ്ങളുടെ ശാരീരികക്ഷമത നിലനിർത്തുകയാണ് ലക്ഷ്യം. അങ്ങനെ മനസ്സും ശരീരവും ഒരേ ലക്ഷ്യത്തിലർപ്പിച്ചുള്ള ഈ പോരാട്ടത്തിന് വ്യായാമത്തിനുള്ള പങ്കും വളരെ വലുതാണ്. ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. എന്തായാലും ജലരാജാവ് ആരാണെന്ന് നമുക്ക് നാളെ അറിയാൻ കഴിയും. ഓണാഘോഷമായാൽ ഓണസദ്യ വേണം, ഓണസദ്യക്ക് തൂശനിലയും. മലയാളിക്ക് ഓണസദ്യ ഉണ്ണാനുള്ള തൂശനില എത്തുന്നത് കൂടുതലായും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങുമ്പോൾ കോട്ടയം ഇടമറുകയിലെ ഈറ്റയ്ക്കൽ ഫാമിലെ വാഴയില ഒരുക്കുന്ന തിരക്കിലാണ്. മലയാളിക്ക് ഓണസദ്യ പോലെ തന്നെ പ്രധാനമാണ് അത് വിളമ്പുന്ന വാഴയിലയും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് വാഴയില പ്രധാനമായും എത്തുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി വാഴയില മൊത്തവ്യാപാര രംഗത്ത് പേരെടുത്തവരാണ് കോട്ടയം ഇടമറുകിലുള്ള ഈറ്റയ്ക്കൻ ഫാം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി വിവിധ ഹോട്ടലുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ വാഴയിലകൾ സപ്ലൈ ചെയ്യുന്നത് ഇവരാണ്. തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള സ്ഥലത്ത് സ്വന്തമായി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചും വാങ്ങിയും എത്തിക്കുന്ന വാഴയില തരം തിരിച്ച് മുറിച്ച് ആവശ്യാനുസരണം എത്തിച്ചു നൽകുകയാണ് ഇവർ. മലയാളികൾ ഓണാഘോഷത്തിലേക്ക് കടന്നതോടെ വാഴയിലയ്ക്കും ഡിമാൻഡ് വർദ്ധിച്ചു. ഒപ്പം വിലയും കൂടി.
ഇപ്പം വിലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ തുടങ്ങിയതേ തന്നെ ഭയങ്കര മുഹൂർത്തമായതിൻ്റെ പേരിൽ ഈ വർഷം തുടക്കത്തിലെ തന്നെ വില കൂടിയാണ് വരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ അവിടുത്തെ മാർക്കറ്റിന് 4 രൂപ 75 പൈസ വാഴയിലയ്ക്കായി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് 5.50 രൂപയ്ക്കാണ് ഞങ്ങളിവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇനി ഓണം തുടങ്ങിയില്ലേ ഉള്ളൂ. ഇനി അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തമിഴന്മാരാണ് ഇപ്പം വില നിയന്ത്രിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ സാധനം വരുന്നത്. അപ്പോൾ അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര വില വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നലെ കിട്ടിയ വില എന്ന് പറയുമ്പോൾ 4 രൂപ 75 പൈസയ്ക്കാണ് നമുക്കൊരു ഇല മേട്ടുപാളയത്ത് നമുക്ക് കിട്ടിയത്. കേരളത്തിനകത്തും വിവിധ സ്ഥലങ്ങളിലെ കർഷകരിൽ നിന്ന് വാഴയിലകൾ നേരിട്ട് വാങ്ങിയും വിപണനം നടത്തുന്നുണ്ട്. എന്നാൽ വാഴയില വിൽപ്പനയ്ക്കായി നമ്മുടെ നാട്ടിൽ വാഴകൃഷി കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. 4 രൂപ മുതൽ 5 രൂപ വരെ വില നൽകിയാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇലകൾ വാങ്ങുന്നത്. ഓണക്കാലമായതോടെ വാഴയില വിപണി സജീവമായി. ഓണാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള സദ്യയ്ക്ക് വാഴയില കൂടിയേ തീരൂ എന്നുള്ളതിനാൽ കടകളിൽ വാഴയിലയ്ക്ക് വൻ ഡിമാൻഡാണ്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം പ്രത്യേകമായിട്ട് വെട്ടി ഒരുക്കി പാക്ക് ചെയ്താണ് വൃത്തിയായിട്ട് രീതിയിലാണ് അവർക്ക് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സ്ഥിരമായിട്ടുണ്ട്. അതുകൂടാതെ സീസണായി കഴിയുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടുന്നുമുണ്ട്. അതനുസരിച്ച് സാധനം ഇവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ കോളേജുകൾ സ്കൂളുകളൊക്കെ മൊത്തം അങ്ങനെ ഓണപ്പരിപാടിക്ക് വരുമ്പോൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാറ്റും മഴയും മൂലം കേരളത്തിൽ വാഴകൃഷി വ്യാപകമായി നശിച്ചതും മഴ കുറവ് മൂലം തമിഴ്നാട്ടിലും കർണാടകയിലും ഉൽപ്പാദനം കുറഞ്ഞതും വില ഉയരാൻ കാരണമായിട്ടുണ്ട്. നിലവിൽ 6 രൂപ മുതൽ 7 രൂപ വരെയാണ് വാഴയിലയുടെ മൊത്തവില. എന്നാൽ വരും ദിവസങ്ങളിൽ ഇത് ഉയരാനാണ് സാധ്യത. മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ ഓണപ്പൂക്കൾ മാത്രമല്ല, പച്ചക്കറികളും വാഴയിലയും വരെ തമിഴ്നാട്ടിൽ നിന്നും എത്തണം. കേരളത്തിൽ ഇത്തവണ ഉൽപ്പാദനം കുറഞ്ഞത് വില ഉയരുവാൻ കാരണമായി. വില ഇനിയും ഉയരുമെന്നാണ് മൊത്തവിതരണക്കാർ സൂചിപ്പിക്കുന്നത്. ഇടമറകിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സെമി ലക്ഷ്യമിട്ട ഇന്ത്യ. വനിതാ ഡബിൾസിൽ ട്രീസ ഗായത്രി സഖ്യത്തിനും പുരുഷ ഡബിൾസിൽ ചിരാഗ് സ്വാതിക് സഖ്യത്തിനും ഇന്ന് ക്വാർട്ടർ പോരാട്ടമാണ്. ഇന്ത്യൻ വനിതകൾ ഇപ്പോൾ ചൈനയെ നേരിടുകയാണ്. ആദ്യ ഗെയിം നഷ്ടമായ ഇന്ത്യ ഇപ്പോൾ 2ാം ഗെയിം സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകകപ്പ് വനിതാ ഹോക്കിയിൽ 2ാം റൗണ്ടിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 9:30 മുതലാണ് മത്സരം. ഇംഗ്ലണ്ടിനെ സമനിലയിൽ പിടിച്ചാണ് ഇന്ത്യ ഹോക്കി ലോകകപ്പിന്റെ 2ാം റൗണ്ടിൽ കടന്നത്. 4 ടീമുകൾ ഉൾപ്പെട്ട 2ാം റൗണ്ടിൽ ഗ്രൂപ്പിൽ ഇന്ത്യയ്ക്കൊപ്പം ചൈന, ഓസ്ട്രേലിയ, നെതർലാൻഡ്സ് ടീമുകളാണ് ഉള്ളത്.